ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നിന്നും സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ടുള്ള സെന്റൻസിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ആം ഈസ് ആർ, ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് പ്ലസ് വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ അല്ലെ. ഇതിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആം എന്നുള്ളത് ഐ എന്ന സബ്ജക്റ്റിനോട് കൂടി മാത്രമേ വരികയുള്ളൂ. അതോടൊപ്പം തന്നെ ഈസ് വരുന്നതോ ഈസ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയുമാണ് വരിക. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് ആറ് വരിക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ടുള്ള ഒരു സെന്റൻസിൽ നിന്നും എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണ് എന്നുണ്ടെങ്കിൽ സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? സബ്ജക്റ്റ് പ്ലസ് ആറ് പ്ലസ് വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയി വരുമ്പോൾ സെന്റൻസിന്റെ സ്ട്രക്ചർ. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ദേ എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റ് വന്നതുകൊണ്ട് ആറാണ് വന്നത്. പ്ലേ എന്നുള്ള വെർബിന്റെ ING ഫോം ആയ പ്ലേയിങ് വന്നു. ഒബ്ജക്റ്റ് ക്രിക്കറ്റ് അല്ലെ. ഒബ്ജക്റ്റ് എന്താണ്? ക്രിക്കറ്റ്. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. അവര് ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവര് ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് കേട്ടോ. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. അവര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നും ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? നോക്കൂ, ആറിനെ ഓക്സിലറി ആയ ആറിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. ആർ ദേ പ്ലേയിങ് ക്രിക്കറ്റ്. അവര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? ആർ ദേ പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയി. എന്താ ചെയ്തത്? ആറിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ടുള്ള സെന്റൻസിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്ട്രക്ചർ? ആർ എന്നുള്ള ഓക്സിലറി ആദ്യം വരും. ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ING, വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇങ്ങനെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ടുള്ള സെന്റൻസിൽ നിന്നും നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ആർ ദേ പ്ലേയിങ് ക്രിക്കറ്റ്. ആർ ദേ പ്ലേയിങ് ക്രിക്കറ്റ്. അവര് ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയില്ലേ. ഇങ്ങനെയാണ് ഈ സെന്റൻസിൽ നിന്ന് നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്. ആറിനെ സെന്റൻസിന്റെ അകത്തിലോട്ട് കൊണ്ടുവന്നു. ആർ ദേ പ്ലേയിങ് ക്രിക്കറ്റ് എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും അല്ലെ. ആർ ദേ പ്ലേയിങ് ക്രിക്കറ്റ്. അവര് ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയാണോ? നോക്കൂ അടുത്തത്, യു ആർ റീഡിങ് എ ബുക്ക്. യു ആർ റീഡിങ് എ ബുക്ക്. നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ആർ യു റീഡിങ് എ ബുക്ക്. ആർ യു റീഡിങ് എ ബുക്ക്. നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ? യു ആർ റീഡിങ് എ ബുക്ക്. നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർ യു റീഡിങ് എ ബുക്ക്. നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ? അപ്പൊ ആറ് ആദ്യം വരും, പിന്നെ സബ്ജക്റ്റ് വരും, പിന്നെ വെർബിന്റെ ING ഫോം. റീഡ് എന്ന വെർബിന്റെ ING ഫോം എന്താണ്? റീഡിങ് അല്ലെ. ആർ യു റീഡിങ് എ ബുക്ക്. എ ബുക്ക് ആണ് ഇവിടുത്തെ എന്ത്? ഒബ്ജക്റ്റ്. ആർ യു റീഡിങ് എ ബുക്ക്. നിങ്ങൾ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ? അടുത്ത് നോക്കൂ, യു ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ്. യു ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇതിൽ നിന്നും എങ്ങനെ നമുക്കൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ആർ യു സ്റ്റഡിങ് ഇംഗ്ലീഷ്. ആറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെന്റൻസിന്റെ അകത്തിലോട്ട് കൊണ്ടുവരുന്നു അല്ലെ. ആർ യു സ്റ്റഡിങ് ഇംഗ്ലീഷ്. ആർ യു സ്റ്റഡിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? യു ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർ യു സ്റ്റഡിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയില്ലേ. എന്തേ നമ്മൾ ചെയ്തതുള്ളൂ? യു ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്നുള്ള ആ സെന്റൻസിൽ നിന്ന് ആറിനെ നമ്മൾ എന്ത് ചെയ്തു? സെന്റൻസിന്റെ അകത്തിലോട്ട് കൊണ്ടുവന്നു. ആർ യു സ്റ്റഡിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, അടുത്ത് നോക്കൂ, നിബു ആൻഡ് ഫിദു ആർ ഗോയിങ് ടു ദ സ്കൂൾ. നിബു ആൻഡ് ഫിദു. നിബു ആൻഡ് ഫിദു എന്ന് പറയുമ്പോൾ രണ്ടാളാണല്ലേ, ഒരാളല്ല. നിബുവും ഫിദുവാണ്. നിബു ആൻഡ് ഫിദു എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണല്ലേ. രണ്ടാള്, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ എന്താണ്? സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. നിബു ആൻഡ് ഫിദു ആർ ഗോയിങ് ടു ദ സ്കൂൾ. നിബുവും ഫിദുവും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ആറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെന്റൻസിന്റെ അകത്തിലോട്ട് കൊണ്ടുവരുന്നു. ആർ നിബു ആൻഡ് ഫിദു ഗോയിങ് ടു ദ സ്കൂൾ. ആർ നിബു ആൻഡ് ഫിദു ഗോയിങ് ടു ദ സ്കൂൾ. നിബുവും ഫിദുവും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയി അല്ലേ.
എന്താണ് ഇതിന്റെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന്റെ സ്ട്രക്ചർ? ആറ് പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്ട് പ്ലൂറൽ ആയിട്ടുള്ള സെന്റൻസിൽ നിന്നും നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന്റെ സ്ട്രക്ചർ എന്താണ്? ആറ് പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, താങ്ക് യു.